പ്രിയമുള്ളവരെ, സമകാലീന മനുഷ്യരുടെ വികസന കുതിപ്പിൽ ആവേശം നൽകുന്നതിനൊപ്പം വോട്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്കായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. നാടിനെ തമ്മിലടിപ്പിക്കുന്നവരുടെ വോട്ടല്ല, നാടിനെ ഒരുമിപ്പിക്കുന്നവരുടെ വോട്ട് അത് പ്രിയങ്കരനായ KP സാജുവിനായിരിക്കും എന്നുള്ളത് ഈ നാടിനെ സ്നേഹിക്കുന്നവരുടെ ഉറച്ച തീരുമാനമാണ്. പ്രവർത്തകർ പോലും നാട് ഒരുമിച്ച് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവര് പോലും ഇത്തവണ UDF-നെ പരിഗണിക്കണം എന്നുള്ളതാണ് അവരോടുമുള്ള അഭ്യർത്ഥന. ഞാൻ ദീർഘമായ പ്രസംഗത്തിലേക്ക് മുതിർന്നില്ല. കൺവെൻഷനിൽ കൂടുതൽ കാര്യങ്ങൾ പറയാം. നമുക്കറിയാം, KSUവിന്റെ കൊടി പിടിച്ചു വരുന്ന ഒരു സാധാരണക്കാരൻ രാഷ്ട്രീയമായി പാരമ്പര്യം അത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ, യുവജന സംഘടനാ പ്രവർത്തനത്തിലൂടെ, കോൺഗ്രസിന്റെ നിരവധിയായ പദവികളിൽ
പ്രസ്ഥാനം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റുന്നതിലൂടെ ഈ നാടിന് അഭിമാനമായ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിന്റെ തലപ്പത്ത് നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ആ പ്രസ്ഥാനത്തെ കൈപിടിച്ച് നടത്തിയതിലൂടെ സാധാരണ രോഗികൾക്കും നാട്ടിലെ ആളുകൾക്കും ആശ്വാസം എത്തിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ എല്ലാത്തിലും ഉപരി ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പൊതുപ്രവർത്തകൻ ഈ നാടിനെ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചവരുടെ പട്ടികയിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നാട് ചേർത്ത് നിർത്തുന്ന ഊർജ്ജസ്വലനായ ഈ സാരഥിക്ക് നാടിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ കഴിയാവുന്ന, ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യാൻ കഴിയാവുന്ന പ്രിയപ്പെട്ട നമ്മുടെ സാരഥിക്ക് നിങ്ങൾ എല്ലാവരും ഹൃദയത്തിന്റെ അംഗീകാരം വോട്ടും നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആവർത്തിച്ച് ഞാൻ പറയുന്നു, കാര്യങ്ങൾ കുറെ പറയാനുണ്ട്, അത് ഇപ്പോഴല്ല കൺവെൻഷനിൽ പറയും. ഇപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹാഭിവാദ്യങ്ങൾ നേരുന്നു, ആശംസകൾ നേരുന്നു. പ്രിയപ്പെട്ട സാജുവേട്ടന് ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ ഈ മണ്ണിൽ നേരുകയാണ്.